സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വലിയൊരു നാവികപ്പട ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണ്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തു മടങ്ങവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നാവിക വ്യൂഹം മേഖലയിലേക്ക് നീങ്ങുന്നത് മുൻകരുതൽ നടപടി മാത്രമാണെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് ഇത്തരമൊരു നീക്കമുണ്ടായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള 12 നാൾ യുദ്ധത്തിന് മുന്നോടിയായിട്ടായിരുന്നു. ഇത് സംഘർഷ ഭീതിയെ സജീവമാക്കി തന്നെ നിലനിർത്തുന്നുണ്ട്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായി മാറുകയാണോ? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരാഴ്ച മുൻപാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ തെക്കൻ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ഇറാനിലെ ഏതു മേഖലയെയും ആക്രമിക്കാൻ ശേഷിയുള്ള ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച ആർലി ബർഗ് ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടുന്നവയാണ് അവ. 12 ദിന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്ക ഉപയോഗിച്ചതും ഇതേ ടോമോഹോക്ക് മിസൈലുകളായിരുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 50,000 സൈനികരാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയ്ക്കുള്ളത്. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് മേഖലയിൽ കുറഞ്ഞത് 19 സ്ഥലങ്ങളിലെങ്കിലും സ്ഥിരവും താൽക്കാലികവുമായ സൈനിക സൈറ്റുകളുടെ താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഇതിൽ 8 സ്ഥിര താവളങ്ങളുള്ളത് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലാണ്. അതേസമയം അമേരിക്കയുടെ നീക്കങ്ങളോട് കടുത്ത ഭാഷയിലാണ് ഇറാനും പ്രതികരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും സൈനിക നീക്കം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ മുഴുവൻ സൈനിക താവളങ്ങളെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രിഗറുകളിൽ വിരൽ വെച്ചാണ് നിൽപ്പ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റായ കണക്കുകൂട്ടലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചോളാൻ അമേരിക്ക ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ. ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലും നടത്തി വരികയാണ്. അതേസമയം ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാഖ്, ജോർദാൻ, സൗദി, UAE എന്നീ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ വിശകലന വിദഗ്ധൻ എവ്ജെനി ഒഗോറോഡ്നിക്കോവ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആഗോള എണ്ണ വിപണിയുടെ ചലനങ്ങൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുന്നതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എണ്ണവില ഇപ്പോഴും ബാരലിന് $100 താഴെയാണ് എന്നതാണ് അതിന്റെ തെളിവായി വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വിമാന കമ്പനികൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചത് ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. പാരീസിൽ നിന്ന് ദുബൈയിലേക്കുള്ള 2 വിമാനങ്ങളുടെ സർവീസായിരുന്നു എയർ ഫ്രാൻസ് നിർത്തിവെച്ചത്. ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് നീക്കമെന്നായിരുന്നു അവരുടെ വിശദീകരണം. ലക്സെയർ, ഡഷ്, KLM, ട്രാൻസാവിയ എന്നീ വിമാന കമ്പനികളും സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലേക്കുള്ള എയർ ട്രാഫിക് പൂർണ്ണമായി ബാധിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അത് പശ്ചിമേഷ്യയെ ആകെ ബാധിക്കും. സൈനിക താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലായതുകൊണ്ട് ആക്രമണം എവിടേക്കും വ്യാപിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളെയും അതീവ ജാഗ്രതയോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നത്. ഒരാക്രമണം ഒഴിവാക്കാൻ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇതുവരെ ആക്രമണം ഉണ്ടാകാതിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അവർക്കിനിയും അമേരിക്കയെ പിടിച്ചു നിർത്താനാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്.